Hi everyone, you are with Nimsha and welcome to my YouTube channel. വിഷു ഈസ്റ്റർ ഒക്കെ ആയതുകൊണ്ടും പിന്നെ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് എല്ലാവരും നല്ലൊരു ഫെസ്റ്റീവ് മൂഡിലായിരിക്കും എന്ന് വിചാരിക്കുന്നു. നല്ല ഹാപ്പി ആയിട്ട് ഞാനും അതെ വളരെ ഹാപ്പിയാണ്, എക്സൈറ്റഡ് ആണ് വിഷു ഒക്കെ ആയതുകൊണ്ട്. ആൻഡ് ബാക്കിയുള്ള ഫെസ്റ്റിവൽസിനെക്കാട്ടിയും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം വിഷു ആണ്. അത് വിഷു കൈനീട്ടം കിട്ടുന്നതുകൊണ്ട് മാത്രമൊന്നുമല്ല, അല്ലാണ്ട് ഒരു നല്ലൊരു സന്തോഷമാണ് വിഷു എന്ന് പറയുമ്പോൾ. വിഷുവിന് എപ്പോഴും നമ്മൾ കേൾക്കുന്ന പാട്ടുകളും പിന്നെന്താ പറയുക വിഷുക്കണിയും അതൊക്കെ നല്ലൊരു സന്തോഷമാണ്, ഫുൾ ഹാപ്പി മൂഡാണ്. അപ്പോൾ കഴിഞ്ഞ തവണ വരെ, അതായത് ഇത്രയും കാലം ഞാൻ വിഷുക്കണി എന്താ പറയുക രാവിലെ അമ്മ വന്ന് ഇങ്ങനെ കണ്ണൊക്കെ അടച്ച് പോയി തുറന്ന് നോക്കുന്നു എന്നല്ലാണ്ട് ഒരു വിഷുക്കണി എങ്ങനെയാണ് ഒരുക്കുന്നത്, അതിൻ്റെ പുറകിലെ കാര്യങ്ങൾ എന്താണെന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷം കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ശേഷം ഫ്ലാറ്റിൽ വിഷുക്കണി ഒരുക്കുമ്പോഴാണ് ഇതിൻ്റെ പുറകിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. ആൻഡ് സോ ഇത് സെക്കൻഡ് ടൈമാണ് ഞാൻ ഒരു വിഷുക്കണി ഒരുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി രാവിലെ ഇറങ്ങിയതാണ്. ഓൾറെഡി ലിസ്റ്റൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് വാങ്ങിക്കണം. വിഷുവിന് അച്ഛനും അമ്മയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു പ്രത്യേകത, അതാണ് ഒരു സന്തോഷം. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ, സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. സോ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ വിഷു വ്ളോഗ്. സ്റ്റേ ട്യൂൺ. നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് കുറച്ച് പൂ വാങ്ങിക്കാനാണ്. ജമന്തി പൂവും വാങ്ങിക്കണം, മുല്ലപ്പൂവും വാങ്ങിക്കണം. അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ രണ്ട് സൈഡും നോക്കിക്കൊണ്ടിരിക്കുന്ന എവിടെയെങ്കിലും കൊന്ന മരം ഉണ്ടോ എന്നാണ്. കൊന്ന മരം എവിടെ കണ്ടാലും അവിടെ കയറി പോകണം. കാര്യം കൊന്നപ്പൂ ഇനിയും കിട്ടിയിട്ടില്ല. ഇതുണ്ടോ പടക്കൊക്കെ ചെറിയ സ്റ്റോളായിട്ടൊക്കെ ആൾക്കാർ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. ഫൈനലി കിട്ടി. ഓക്കെ, അപ്പൊ കണി വെള്ളരിയായി. ഞാൻ ക്യൂട്ടായിട്ടുള്ളൊരു മത്തനുണ്ട്, അത് കാണാൻ ഭംഗി. ഇനി പടവലം അല്ല, ഇത് കുറച്ച് പഴുക്കുകയും ചെയ്തു കഴിക്കാൻ. വെജിറ്റബിൾസ് എല്ലാം വാങ്ങി. ഇനി നമുക്ക് ഫ്രൂട്ട്സാണ് വാങ്ങിക്കേണ്ടതുണ്ട്. വിവിധ തരത്തിലുള്ള മാങ്ങകൾ. ആഹാ, പിന്നെ അടുത്തത് ആപ്പിൾ. ഇനി പഴം, കദളിപ്പഴം. കൈനീട്ടം തരാനുള്ള പുതുപുത്തൻ നോട്ടെല്ലാം എടുത്തിട്ട് അശ്വിൻ വരുന്നുണ്ട്. സെറ്റല്ലേ? പുതുപുത്തൻ നോട്ടെല്ലാം എടുത്തില്ലേ? പുതുപുത്തൻ നോട്ട് തന്നിട്ടില്ല, പഴയ നോട്ട്. അതെ, എന്നാലും നാളത്തേക്ക് കണി കൈനീട്ടം തരാനുള്ള എല്ലാം അല്ല കനത്തിലെടുത്തിട്ടില്ലേ? അങ്ങനെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു. ഏറ്റവും ടെൻഷൻ കൊന്നപ്പൂ കിട്ടുമെന്നായിരുന്നു. ഭാഗ്യത്തിന് കൊന്നപ്പൂ കിട്ടി. ബാക്കി എല്ലാ സാധനങ്ങളും വിചാരിച്ച പോലെ ഞാൻ ലിസ്റ്റ് ചെയ്ത എല്ലാ സാധനങ്ങളും കിട്ടി. ഓൾ സെറ്റ് ഫോർ കണി. ഇനി അടുത്ത ടാസ്ക് ഫുൾ ക്ലീൻ ചെയ്യണം. വിളക്കും വീടും എല്ലാം ക്ലീൻ ചെയ്യണം. പിന്നെ രാത്രി എല്ലാം കണി ഒരുക്കണം. കണി ഒരുക്കുന്നതിന് മുന്നേ നമുക്കൊരു പ്രോഗ്രാം ഉണ്ട് ഇന്ന് രാത്രി. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യണം. അങ്ങനെ ഇനി നല്ലോണം വിശക്കുന്നുണ്ട്, ഫുഡ് കഴിക്കണം അല്ലേ? ഈവനിങ് ആയപ്പോൾ ഫ്ലാറ്റിൽ ശിങ്കാരി മേളവും പിന്നെ കുറച്ച് ഫയർ വർക്ക്സും ഉണ്ടായിരുന്നു. ഇവിടെ വേറൊരു കണി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇപ്രാവശ്യം 3 കണി കാണാൻ പറ്റും. ഒന്ന് ഫ്ലാറ്റിൽ ഞങ്ങൾ വെക്കുന്നത്, ഒരു ഫ്ലാറ്റിന് പുറത്തുള്ള കണി, പിന്നെ ലിഫ്റ്റിൻ്റെ സൈഡ് വേറൊന്നും പോയി. നാളത്തേക്ക് കണി വെക്കാനുള്ള ചക്കയോടെയുണ്ട്, രാത്രി വന്ന് എടുക്കാവുന്നതാണ്. ആക്ച്വലി നമ്മളെ കണിയിൽ ഞാൻ ചക്ക വെക്കുന്നില്ല. കാര്യം ചക്കയോടെ ഉണ്ടല്ലോ, അതുകൊണ്ടല്ല ചക്ക ഞാൻ വെക്കാത്ത വെച്ചാൽ ബാക്കി എല്ലാ ഫ്രൂട്ട്സും പിന്നെ ഞാൻ എടുക്കും. ചക്ക എടുക്കാൻ ഒരു ചാൻസും ഇല്ലാത്തതുകൊണ്ട് വെറുതെ കളയണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ചക്ക വെച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇല്ലാത്ത രാത്രി
എടുത്ത് ഇതേപോലെ രാവിലെ തിരിച്ചു കൊണ്ടാക്കാം അല്ലേ? കണി കണ്ട ശേഷം അശ്വിൻ്റെ പാരൻസിനെ വിളിച്ച് വിഷ് ചെയ്തു. അവർ നല്ല ഹാപ്പിയാണ്. പിന്നെ ഞങ്ങൾക്കുള്ളൊരു ചെറിയ സങ്കടം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ബേലിക്കുട്ടൻ ഇപ്പം ഞങ്ങളുടെ കൂടെയല്ല, അമ്മേൻ്റെ കൂടെയാണ്. സോ അവനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അമ്മ അവനെ കണിയൊക്കെ കാണിച്ചു, കൈ നീട്ടായിട്ടൊരു നെയ്യപ്പൊക്കെ കൊടുത്തിരുന്നു. വീഡിയോ കോളിൽ ഞങ്ങൾക്ക് അവനെ കാണിച്ചു തന്നു. അപ്പം പിന്നെ ആ ഒരു സങ്കടം കുറച്ച് മാറി. പിന്നെ ഞാൻ ഡ്രസ്സ് ചെയ്ത് ക്യാമറ ഓണാക്കിയിട്ട് കുറച്ച് ക്യൂട്ട്നെസ് ഇടാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ഇനി അശ്വിൻ്റെ വക കൈ നീട്ടാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പാരൻസ് വന്നു. ഹാപ്പി വിഷു. കണി കാണൂ ഫസ്റ്റ്. പാരൻസിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന കൈനീട്ടം അത് എപ്പോഴും ഭയങ്കര സ്പെഷ്യലാണ്. ആൻഡ് ഇറ്റ്സ് സദ്യ ടൈം. ഞങ്ങൾ സദ്യ ഓർഡർ ചെയ്യാണ് ചെയ്തത്. സോ അച്ഛനമ്മേനെ ആദ്യം ഇരുത്തി സദ്യ വിളമ്പി തുടങ്ങി. അത്യാവശ്യം കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ച് സമയം എടുത്തു എല്ലാം വിളമ്പി തീരാൻ വേണ്ടി. ശരിക്കും ഇങ്ങനെയുള്ള ആഘോഷങ്ങളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതിലുള്ള ടുഗെദർനെസ് ആണ്. ഒരു ഒത്തുചേരൽ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, മൊമെന്റ്സ് ഒക്കെ ഷെയർ ചെയ്യുക. ശരിക്കും നമ്മുടെ ഒരു തിരക്ക് പിടിച്ച ഈ ലൈഫിൽ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ചെറിഷ് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലുള്ള കാര്യങ്ങളാണ്. സോ അതിൻ്റെ ഓരോ മൊമെന്റ്സും എൻജോയ് ചെയ്യണം. ദാറ്റ്സ് ഓൾ അബൌട്ട് മൈ വിഷു വ്ളോഗ്. താങ്ക് യു ഫോർ വാച്ചിങ്.